നിങ്ങളുടെ കുടലിലെ ഏകദേശം 100 ട്രില്യൺ ബാക്ടീരിയകളുണ്ട്. നിങ്ങളുടെ ശരീരത്തിന്റെ കോശങ്ങളേക്കാൾ കൂടുതൽ. അവ ചെയ്യുന്ന ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണത്തിൽ നിന്ന് കലോറി ഊറ്റിയെടുക്കുക, വിശപ്പ് ഹോർമോണ് നിയന്ത്രിക്കുക, ഇൻഫ്ലമേഷൻ തീരുമാനിക്കുക. വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിലെ ഗോർഡൻ ലാബിൽ ഒരു പരീക്ഷണം നടന്നു. ഒരു മെലിഞ്ഞ എലിയെ പിടിച്ച് ഭാരം കൂടിയ എലിയിൽ നിന്നുള്ള വയറിലെ ബാക്ടീരിയയെ നിറച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, അതിന്റെ തടിയും അതിന്റെ ഭാരവും ഉയർന്നു. എന്നാൽ മെലിഞ്ഞ എലികളിൽ നിന്നും ബാക്ടീരിയ കൊടുത്ത തടിച്ച എലികളുടെ ഭാരം കൂടിയതുമില്ല. മനുഷ്യരിലും ഇത് കണ്ടു. ഒരേ ജീനുള്ള ഇരട്ടകള്, ഒരാൾ തടിച്ചത്, മറ്റൊരാൾ മെലിഞ്ഞത്. അവരുടെ ബാക്ടീരിയകളും വ്യത്യസ്തമായിരുന്നു. എന്താണ് നമ്മളുടെ ഈ ബാക്ടീരിയയെ കേടാക്കുന്നത്? അമിതമായ ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം, പ്രത്യേകിച്ച് കുട്ടിക്കാലത്ത്. പഞ്ചസാരയുടെ ഉപയോഗം, പ്രോസസ്ഡ് ഫുഡ്, നാരില്ലാത്ത ഭക്ഷണം. എന്നാൽ ഇത്തരം ബാക്ടീരിയകളെ വളർത്തുന്നത് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഫൈബേഴ്സ് അഥവാ നാരുള്ള ഭക്ഷണം കഴിച്ചാൽ ബാക്ടീരിയ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡുകൾ ഉണ്ടാക്കും. ഇവിടുത്തെ ഒരു അത്ഭുതം എന്താണെന്നറിയോ? ഈ ബ്യൂട്ടിറേ നിങ്ങളുടെ കുടലിലെ GLP-1 എന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കും. ഒസംബിക് എന്ന മരുന്നുകൾ അനുകരിക്കുന്ന അതേ ഹോർമോണുകൾ തികച്ചും സൗജന്യമായിട്ട്. കേൾക്കുമ്പോൾ രസമുണ്ടല്ലേ? കേരളത്തിൽ പ്രായോഗികമായിട്ടുള്ള ഒരു ഭക്ഷണം എന്ന് പറഞ്ഞത് ഒന്ന് കഞ്ഞിവെള്ളം, മോര്, ഇഡലി, ദോശ, അതായത് ഫെർമെന്റഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ. ചെറുപയർ, ചേന, വാഴക്ക, ചീര, മുരിങ്ങയില. ഇവിടെ ഡോക്ടർ അങ്കിളുടെ ലൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കഴിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഒരു 100 ട്രില്യൺ ജീവനുകൾക്ക് വേണ്ടി കൂടിയാണ്. നമ്മളുടെ ഭാരം കൂടുന്നതിൻ്റെ ഈ സീരീസിന്റെ 14 എപ്പിസോഡ് ഇന്ന് പൂർത്തിയാകുകയാണ്. ഇനി നാളെ മുതൽ ചില മിത്സുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 7 പെരും നുണകൾ നമ്മൾ വിശ്വസിച്ച് പോകുന്ന. അപ്പം നാളത്തെ ക്ലാസ് മിസ്സാക്കാതെ വരിക. See you tomorrow. Bye bye.